ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഷേക്കാണ്. വെറും 2 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പഴം കൊണ്ടുള്ള ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അവലാണ്. 1 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. ഇത് അവൽ മിൽക്ക് ഷേക്ക് അല്ല. ഈ അവലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് വരണം. നല്ല ക്രിസ്പി ആയിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. നമ്മൾ ഈ അവൽ ചൂടാക്കുന്ന ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് എന്തിനെന്ന് വെച്ചാൽ പിന്നീട് നമ്മളിത് ഷേക്കിലേക്ക് ചേർക്കുന്ന ടൈമിൽ പെട്ടെന്ന് കുതിർന്നിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നെയ്യിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും എല്ലാം നമ്മുടെ ഷേക്കിനുണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ അവലെല്ലാം നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഈ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 2 ചെറുപഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് മുന്തിരിയാണ്. ഞാനിപ്പോൾ ഒരു 7-8 മുന്തിരി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. നല്ലതുപോലെ തണുത്ത 1 ഗ്ലാസ് അളവിലെ പാൽ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേനാണ്. അപ്പോൾ ഈ തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഇത്രയും തേൻ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഇതിൽ കിട്ടില്ല. അതിൻ്റെ പേരിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ കൂടി ചേർക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നമ്മൾ ഈ ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല തണുപ്പുമായിരിക്കും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് വയലറ്റ് കളറിലാണ് ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. കാരണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മുന്തിരിയുടെ ആ സ്കിന്നെല്ലാം ഇതിലിപ്പോൾ ഉണ്ട്. അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഫസ്റ്റിൽ വറുത്ത് മാറ്റി വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ മിൽക്ക് ഷേക്കിലേക്ക് ചേർത്ത് കൊടുത്ത അവലൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചൂട് കാലത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.